ഇസബെല്ല. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസൻ. പേടിക്കണ്ട, ഇപ്പോൾ മിണ്ടാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആദവൻ മദ്യത്തിനെ കുടിച്ചോണ്ട് പറഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇതിനൊക്കെ നിൽക്കുന്നേ. അവസാനം ഞാൻ വഴിയാതിരാവില്ലേ? സീന ഭയത്തോടെ പറഞ്ഞു. അതുണ്ടാവില്ലടി, ഞാനുണ്ട് കൂടെ. ആദവൻ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു. കോളേജ് ലൈബ്രറിയിൽ ഇസബെല്ല ബുക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം സാഹിൽ ലൈബ്രറിയിൽ വന്നു. ഇസബെല്ല ബുക്ക് നോക്കുന്നത് കണ്ട സാഹിൽ അങ്ങ് നോക്കി. അയ്യോ പാറ്റ! സാഹിൽ അലറി വിളിച്ചു. പടച്ചോനി! ഇത് കേൾക്കുന്ന ഇസബെല്ല ബുക്കും താഴിട്ടുകൊണ്ട് ഓടി സാഹിലിന്റെ അടുത്തുനിന്ന് അവനെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ച് അവന്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി നിൽക്കുന്ന ഇസബെല്ലയെ സാഹിൽ കൗതുകത്തോടെ നോക്കി. പാറ്റ പോയി. സാഹിൽ ഇസബെല്ലയുടെ കാതിൽ മെല്ലെ പറഞ്ഞു. ഇത് കേൾക്കുന്ന ഇസബെല്ല മെല്ലെ കണ്ണുകൾ തുറന്ന് അങ്ങ് നോക്കി. മെല്ലെ അവനിൽ നിന്ന് അടർന്നു മാറി. ഇല്ലാത്ത പാറ്റയെ പറഞ്ഞപ്പോൾ കെട്ടിപ്പിടുത്തം. ശരിക്കും പാറ്റ വന്നാലോ? സാഹിൽ കള്ളച്ചിരിയോടെ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. ഇസബെല്ല ചുണ്ടും കുറിപ്പിച്ച് സാഹിലിനെ നോക്കി. സാഹിൽ അപ്പോഴും ചിരിവിടാതെ ആക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് കാണുന്ന ഇസബെല്ല ദേഷ്യത്തോടെ വലിയ ബുക്കെടുത്ത് സാഹിലിന്റെ തലക്കിട്ട് ആഞ്ഞടിച്ചു. എന്റെ പടച്ചോനി, എന്റെ ജീവിതം ഇനിയും ബാക്കി! സാഹിൽ പറഞ്ഞുകൊണ്ട് തലയിൽ പിടിച്ചു. കാലമടാ, കള്ളം പറയുന്നു ദുഷ്ട! ഇസബെല്ല പിന്നെയും അവന്റെ തലയിലടിച്ചുകൊണ്ട് ചുണ്ടു കുറിപ്പിച്ച് അവനെ നോക്കി. യോ എടി കുട്ടിപ്പിശാചി, എന്നെ അടിക്കാനാണോ നിന്നെ ഉണ്ടാക്കിയേ? ഏതു നേരത്താണോ ഇവളെ പ്രാങ്കാൻ തോന്നിയത്? ആ നിമിഷത്തിനെ ഞാൻ ശവിച്ചില്ലാതാക്കുന്നു. യോ എന്റെ തല! സാഹിൽ തലയെ തടയിക്കൊണ്ട് ഇസബെല്ലയെ തുറച്ചു നോക്കി. ഇസബെല്ലയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പറന്നുപോയ കിളികൾ വന്നോ കാലമടാ? ഇസബെല്ല സാഹിലിന്റെ അടുത്തൊന്ന് കുസൃതിയോടെ ചോദിച്ചു. കൂടുമെടുത്തോണ്ട് പോയി. വരേണ്ട സമയമായില്ല. അമ്മാതിരി അടിയാണല്ലോ ഡ്രാക്കുളെ നീ തന്നത്. പടച്ചോനി! ഇസബെല്ല സാഹിലിനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പുറത്തുപോയി. വേണ്ടായിരുന്നു, ലൈബ്രറിയിൽ ബുക്കുള്ളത് മറന്നുപോയി. ഷോ! സാഹിൽ തലയിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കിയിരുന്നു. എടി ഇസബെല്ലേ, നിന്റെ ഫസ്റ്റ് നൈറ്റ് വല്ലതും നടന്നോ? ക്ലാസ്സിലിരിക്കുന്ന ഇസബെല്ലയോട് മിയ മെല്ലെ ചോദിച്ചു. ഓടി കുരിപ്പേ, നിനക്ക് വേറൊന്നും മിണ്ടാനില്ലേ? എന്റെ ലക്ഷ്യം നിറവേറാതെ നോ ഫസ്റ്റ് നൈറ്റ്, ഇസബെല്ല മെല്ലെ പറഞ്ഞു. ആ സമയം സാഹിൽ ക്ലാസ്സിൽ വന്നു. സാഹിലിനെ കണ്ടതും ഇസബെല്ല വാവത്തിച്ചിരിച്ചു. ഇത് കാണുന്ന സാഹിൽ ദേഷ്യത്തോടെ പല്ലിയടിച്ചു. ഇസബെല്ല ചിരി അടക്കി പിടിച്ചുകൊണ്ട് ബുക്കിൽ നോക്കി. ഡ്രാക്കുളെ, നിനക്കുള്ള പണി ഞാൻ തരുവടി. സാഹിൽ പിറുത്തോണ്ട് ഇസബെല്ലയുടെ മുന്നിൽ വന്നിരുന്നു. എനിക്കുള്ള പണി തരണേൽ കാലമടാ, നീ ഒന്നുകൂടെ ജനിക്കണം. ആക്കിയ ചിരിയോടെ ഇസബെല്ല മനസ്സിൽ പറഞ്ഞു. ഈ ജന്മത്തിൽ തന്നെ നിനക്കിട്ട് പണി തരും കേട്ടോടി മരമാക്കറി. സാഹിൽ പല്ലും കടിച്ചുകൊണ്ട് അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു. ആ സമയം സർക്കുലർ വന്നു. സാഹിൽ ചിരിയോടെ അത് മേടിച്ച് വായിച്ചു. ഡിയർ സ്റ്റുഡൻറ്, കോളേജ് ടൂർ വരാൻ പോകുന്നു. ഗോവ ട്രിപ്പ്. ആരൊക്കെ വരുന്നോ അവർക്ക് എൻ്റെ അടുത്ത് നെയിം തരേണ്ടതാണ്. എല്ലാവരെയും നോക്കി സാഹിൽ പറഞ്ഞു. ഇത് കേൾക്കുന്ന എല്ലാവരും സന്തോഷം കൊണ്ട് ബെഞ്ചിലടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. സൈലന്റ്. സാഹിൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും മിണ്ടാതിരുന്നു. ഇന്ന് ഞാൻ ക്ലാസ് നടത്തുന്നില്ല. സാഹിൽ കൈകെട്ടിക്കൊണ്ട് ഇസബെല്ലയെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഈ നോട്ടം അത്ര ശരിയല്ലല്ലോ, ഇസബെല്ല മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബുക്കിൽ നോക്കിയിരുന്നു. ഇന്ന് ക്ലാസ് നടത്തുന്നത് നമ്മുടെ ഇസബെല്ലയാണ്. സാഹിൽ ബുക്കെടുത്ത് അവളുടെ മുന്നിൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു. എന്റെ റബ്ബേ, 8ന്റെ പണിയാണല്ലോ കാലമടൻ എനിക്കിട്ട് തന്നത്. ഇസബെല്ല ചിരിയോടെ എഴുന്നേറ്റ് സാഹിലിനെ നോക്കി. ചെല്ലി വേഗം, സാഹിൽ കള്ളച്ചിരിയോടെ പറഞ്ഞു. എടാ കാലമടാ, മനസ്സിൽ പെറുത്തോണ്ട് ബുക്കിനെ മേടിച്ചുകൊണ്ട് ഇസബെല്ല മുന്നിൽ പോയി നിന്നു. സാഹിൽ ഇസബെല്ല ഇരുന്ന സ്ഥലത്തിരുന്നു. ഇസബെല്ല ക്ലാസ് എടുക്കാൻ തുടങ്ങി. അവൾ ഓരോ സെന്റൻസും വ്യക്തമായി പഠിപ്പിക്കുന്നത് കൊണ്ട് സാഹിൽ അന്തം വിട്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് സാഹിലിന്റെ മുന്നിൽ വന്ന് ഇസബെല്ല ബുക്കിനെ ബെഞ്ചിൽ വെച്ചു. സാഹിൽ റിസ്വാൻ, പണി തരുമ്പോൾ ആരെന്ന് നോക്കിയോണം തരാൻ. ഞാൻ ഇസബെല്ലയാണ്, അഹങ്കാരത്തോടെ ഇസബെല്ല പറഞ്ഞു. അപ്പോൾ സാഹിൽ ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു. അവളുടെ മുന്നിൽ പ്ലാസ്റ്റിക് പാറ്റ എടുത്ത് സാഹിൽ അവൾക്ക് നേരെ എറിഞ്ഞു. അയ്യോ ഉമ്മ! ഇസബെല്ല പിടച്ചുകൊണ്ട് സാഹിലിനെ കെട്ടിപ്പിടിച്ചു. ഇത് കാണുന്ന എല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു. ഇത് ക്ലാസ് റൂമാണ്, ബെഡ്റൂമല്ല. റബേക്ക ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഇസബെല്ല ബോധം വന്നവളെ പോലെ തെന്നി മാറി.
അവളുടെ മുഖത്തിൽ ഭയം മാറാതെ നിന്നു. ആണോ റബേക്കെ? ഞാൻ നിന്റെ അധ്യാപകനാണെന്ന ഓർമ്മ നിനക്കുള്ളത് നല്ലതാണ്. സാഗിൾ റബേക്കയുടെ അടുത്തൊന്ന് പറഞ്ഞു. റബേക്ക ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. റബേക്കെ, നീ പഠിക്കാൻ മിടിക്കുകയാണ്. പഠിക്കാൻ നോക്ക്. അല്ലാതെ നടക്കാത്ത സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാതെ. കിട്ടും. ഞാൻ ആശിച്ചത് ഞാൻ നേടിയിട്ടുണ്ട്. സാറിനെ ഞാൻ സ്വന്തമാക്കും. അത് ആരെ കൊന്നിട്ടാണെങ്കിലും. ഇസബലെ നോക്കിക്കൊണ്ട് റബേക്ക പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. ഇവളെ നന്നാക്കാൻ പറ്റില്ല, സാഗിൽ മെല്ലെ പറഞ്ഞു. സാഗിലിന്റെ വീട്ടിൽ നവ്യയുടെ ബാപ്പയും ഉമ്മയും വന്നു. എന്റെ മോളുടെ സ്വപ്നവും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് നീ സൂഹിക്കുന്നു, നവ്യയുടെ ബാപ്പ ദേഷ്യത്തോടെ പറഞ്ഞു. അയ്യോ അങ്കിൾ, നവ്യയെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, സാഗിൽ പറയുന്ന മുന്നേ. ഓ പിന്നെ തൊലിയെളുപ്പുള്ള പെണ്ണിനെ കണ്ടപ്പോൾ നിനക്ക് എന്റെ മോളെ വേണ്ട അല്ലടാ, നവ്യയുടെ ഉമ്മ ചോദിച്ചു. ആന്റി, ഈ നിക്കാഹ് ഞങ്ങൾ ആഗ്രഹിച്ച് നടന്നതല്ല, എല്ലാം പെട്ടെന്നായിരുന്നു. സാഹചര്യം അതായിപ്പോയി, സാഗിൽ കൈകൾ വിരിച്ചു പറഞ്ഞു. ഇസബല ഒന്നും മിണ്ടാതെ അവരെ നോക്കിയിരുന്നു. എന്നാൽ അവൾക്ക് മൊഴി ചൊല്ലിക്കൊണ്ട് എന്റെ മോളെ നിക്കാഹ് കഴിക്കേ, ഒരു കൂസിലില്ലാതെ നവ്യയുടെ ഉമ്മ പറഞ്ഞു. ഇഷ്ടമില്ലാതെ നടന്ന നിക്കാഹാണ്. പക്ഷെ ഇപ്പോൾ എന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം അലിഞ്ഞു ചേർന്നുവൾ. എന്റെ ഹൃദയത്തിന്റെ പാതി ഇസബലയാണ്, സാഗിൽ ഇസബലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഇർവാനും ഫാത്തിമയും സന്തോഷത്തോടെ അവരെ നോക്കി. ഇസബല നിറകണ്ണോടെ സാഗിലിനെ നോക്കി. എന്താ? സാഗിൽ കണ്ണുകൾ കൊണ്ട് ഇസബലയോട് ചോദിച്ചു. ഒന്നുമില്ല, ഇസബല തലയാട്ടി. സാഗിൽ ഇസബലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിൽ പോയി. തൃപ്തിയായി ഫാത്തിമി, തൃപ്തിയായി. നിന്റെ മോനെ കൊണ്ട് നാണം കെടുത്തിയല്ലോ, നവ്യയുടെ ബാപ്പ കഥച്ചോണ്ട് പറഞ്ഞു. ഇക്ക, പടച്ചവനെ ഓർത്ത് ഒന്നും പറയില്ലേ? ഫാത്തിമ വിഷമത്തോടെ കൈകൾ കൂപ്പി. എന്റെ മോളുടെ ജീവിതം, അവളുടെ സങ്കടം കാണുമല്ലയോ? നവ്യയുടെ ഉമ്മ പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഇർവാൻ ഒന്നും മിണ്ടാതെ ഇരുന്നു. ഇനി എന്റെ മോൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, കൊണ്ടുപോകും ഞാൻ, അയാൾ പറഞ്ഞുകൊണ്ട് നവ്യയെ വിളിച്ചു. നവ്യേ, നവ്യേ, അയാൾ ദേഷ്യത്തോടെ വിളിച്ചു. ഇക്ക, അവളെ എവിടെ കൊണ്ടുപോവാ? അവൾ ഇവിടെ നിൽക്കട്ടെ, ഫാത്തിമ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും കേൾക്കാതെ ദേഷ്യത്തോടെ അയാൾ മോളെ വിളിച്ചു. നവ്യ പേടിയോടെ അയാളുടെ മുന്നിൽ വന്നിരുന്നു. ബാപ്പ, നവ്യ ഭയത്തോടെ വിളിച്ചു. വാ പോവാം, ഇനി ഇവിടെ നിൽക്കണ്ട. ഇവനേക്കാളും നല്ല ചെക്കൻ നിനക്ക് കിട്ടുമോന്ന് ഞാൻ നോക്കട്ടെ. ബാപ്പ, ഞാൻ വരുന്നില്ല, ഇവിടെ നിൽക്കാം. ഇത് കേട്ടതും അയാൾ അവളെ അടിച്ചു. ഞാൻ വരില്ല, എന്നെ അടിച്ചാലും കൊന്നാലും ഞാൻ വരില്ല. ഇവിടെ നിന്ന് വന്നാൽ ഞാൻ മയ്യത്താവും, അത് കാണണോ ബാപ്പയ്ക്ക്? ദേഷ്യത്തോടെ നവ്യ പറഞ്ഞു. അയ്യോ ഇക്ക, വേണ്ട, മോള് വാശിക്കാരിയാണ്, അവൾ ചെയ്താലും ചെയ്യും, നമുക്ക് പോവാം, നവ്യയുടെ ഉമ്മ വേദനയോടെ പറഞ്ഞു. എങ്ങനെങ്കിലും പോ, ഞങ്ങൾ ഇനി ഈ പടി കയറില്ല, നീയായിട്ട് അങ്ങോട്ട് വന്നാൽ മതി, നവ്യയുടെ ബാപ്പ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടുപോയി. ഇതൊക്കെ കാണുന്ന ഫാത്തിമ ഇർവാന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ മുറിയിൽ നിന്ന് എല്ലാം കേട്ട് കരയുന്നു ഇസബല്ല. ഇസബല്ലേ, നീ എന്തിനാ കരയുന്നേ? അവർ അവരുടെ സങ്കടം പറയുന്നു, അത്രേ ഉള്ളൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ പെണ്ണാണ്, നിന്റെ സ്വപ്നവും ലക്ഷ്യവും എന്റെ കൂടിയാണ്. ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല, സാഗിൽ ഇസബലയെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു. കാലമടാ, ഞാൻ കരയുവാന്ന് വെച്ച് ഇങ്ങനെ സെന്റ് അടിക്കാമോ? ഇസബല ചിരിയും കരച്ചിലുമായി സാഗിലിനെ നോക്കി ചോദിച്ചു. സാഗിൽ അവളെ തുറച്ചു നോക്കി. വെറുതെ അല്ലടി നിനക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നത്, നിന്റെ നാക്ക് ശരിയല്ല കുട്ടിപ്പിശാചി, സാഗിൽ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഇക്കൂസേ, ഇസബല കണ്ണുകൾ തുടച്ചുകൊണ്ട് മെല്ലെ വിളിച്ചു. ഇത് കേൾക്കുന്ന സാഗിൽ സന്തോഷത്തോടെ തിരിഞ്ഞ് അവളെ നോക്കി. എന്താ എന്താ വിളിച്ചേ? സാഗിൽ ഇസബലയുടെ മുന്നിൽ മുട്ടുകുത്തി ചോദിച്ചു. എന്ത് വിളിച്ചു? ഈ കാലമടന്റെ ഒരു കാര്യം, മോൻ വിളിച്ചുകൊണ്ട് ഇസബല പറഞ്ഞു. ഇക്കൂസെന്ന് നീ വിളിച്ചു, ഞാൻ കേട്ടു, സാഗിൽ അവളെ നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു. അയ്യടാ, ഇയാളെ ഞാൻ ഇക്കൂസെന്നോ? അയ്യേ, എന്റെ പട്ടി വിളിക്കും, ഇസബല നാക്ക് നീട്ടി കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറഞ്ഞു. എടി ഡ്രാക്കുളേ, ഒരിക്കലും ഈ വിളിയേൽക്കാൻ ഞാൻ കാണില്ലാട്ടോ, സാഗിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. ഇസബല വാവത്തിച്ചിരിച്ചു. നവ്യ മുറിയിൽ പോയി എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ ഇർവാനും ഫാത്തിമയും വേദനയോടെ നോക്കിയിരുന്നു. ബാൽക്കണിയിൽ നിൽക്കുന്നു ഇസബല്ല. നക്ഷത്രങ്ങളെ നോക്കി അവൾ കണ്ണുകൾ ചിമിട്ടി. എന്റെ ഇക്കൂസിനെ ഞാൻ വിളിക്കും, ആദ്യമായി എന്നെ മുഴുവനായി സമർപ്പിക്കുമ്പോൾ. അതുവരെ കാത്തിരുന്നോട്ടെ എന്റെ ഈ വിളിക്കായി. പെട്ടെന്ന് സാധിച്ചാൽ ആ ത്രില്ല് പോവില്ലേ?
ഇസബെല്ല ചിരിയോടെ മനസ്സിലോർത്തു. അതേസമയം ബെഡിൽ കിടന്ന് ആലോചിക്കുന്നു സാഗിൽ. എന്നാലും അവളെന്താ എന്നെ ഇക്കൂസ് എന്ന് വിളിക്കാത്തെ? ഇനി നാണാണോ? ഏയ്, അവൾക്ക് നാണമോ? മനുഷ്യജന്മമാണെങ്കിലല്ലേ നാണിക്കാൻ. വല്ലാത്ത ജാതി തന്നെ, കലിപ്പത്തി. സാഗിൽ ചിരിയോടെ ഓർത്തു. സിവിൽ കോച്ചിങ്ങിനായി ഇസബെല്ല പോയി. ക്ലാസ് ഇന്റർവെൽ സമയം ഇസബെല്ല ടോയ്ലറ്റിൽ പോയപ്പോൾ വഴിയിലൊരു സാറ് ഒരു കുട്ടിയോട് എന്തൊക്കെയാ പറയുന്നതും അത് കേട്ട് ആ കുട്ടി കരയുന്നതും കാണുന്ന ഇസബെല്ല സംശയത്തോടെ നോക്കിയിരുന്നു. ആ കുട്ടി കൈകൂപ്പി കരഞ്ഞുകൊണ്ട് യാചിക്കുന്നു. അയാൾ എന്തൊക്കെയോ പറഞ്ഞോണ്ട് പോയി. ആ കുട്ടി കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞപ്പോൾ ഇസബെല്ലയെ കണ്ട് ഞെട്ടലോടെ നിന്നു. ഇസബെല്ല അവളുടെ അടുത്ത് വന്നു. എന്താ ഉമ്മി, എന്തു പറ്റി? ഇസബെല്ല പുരിയഞ്ചിരിക്ക് സംശയത്തോടെ ചോദിച്ചു. ഉമ്മ ഭയത്തോടെ ഇസബെല്ലയെ നോക്കി. എന്താണെന്ന് പറയേ, ആ സാറ് എന്തിനാ ദേഷ്യപ്പെട്ടത്? നീ എന്തിനാ കരഞ്ഞത്? സത്യം പറയേ. ഇസു, എന്നോടൊന്നും ചോദിക്കല്ലേ, ഞാൻ പറയില്ല. ഉമ്മ പറഞ്ഞോണ്ട് പൊട്ടിക്കരഞ്ഞു. നീ പറയേ, എന്താണേലും നമുക്ക് ശരിയാക്കാം. എന്നെ വിശ്വാസമുണ്ടോ പറയേ? ഇസബെല്ല അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു. ഉമ്മ എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ ഇസബെല്ലയോട് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഇസബെല്ല ദേഷ്യത്തോടെ ഉമ്മയെ നോക്കി. ഉമ്മയെല്ലാം പറഞ്ഞു തീർന്നതും അവളുടെ കവളിൽ ഇസബെല്ല ആഞ്ഞു തല്ലി. ഉമ്മ ഞെട്ടലോടെ ഇസബെല്ലയെ നോക്കിയിരുന്നു. തുടരും.